ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശരി, മനസ്സിലായില്ല, സോറി. ഓക്കെ, സ്റ്റോറി കേട്ട് നമുക്ക് പോവാം. അതെ, ടൈറ്റിൽ എന്താണ് ടൈറ്റിൽ? മാരേജ് വിത്ത് മൈ സിസ്റ്റർ ഫിയാൻസി. ഓക്കെ, ഫോഴ്സ് മാരേജ്. ഓക്കെ, ഇവളെ ഫോഴ്സ് മാരേജ് എന്ന് കട്ടാക്കിയാൽ നോക്കുന്നു. ഓക്കെ, ശരി ലില്ലി, നമുക്ക് സ്റ്റോറി പോയിട്ട് കേൾക്കാം. ഓക്കെ ആണ് ലില്ലി? ഓക്കെ ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിക്ക് പോയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. നമ്മൾ ജിമിൻ പറഞ്ഞ ഒരു ആൻസമാണ്, ഒരു ഫേമസ് ഒരു കമ്പനി CEO ആണ് നമ്മുടെ ജിമിൻ. നമ്മളെ ഹീറോയിൻ ഒരു മോഡലാണ്. മോഡൽ പറഞ്ഞ ഒരു മോഡൽ ഡാൻസർ. അത് മാത്രമല്ല, ഹീറോയിൻ ഒരു മോഡൽ മാത്രമല്ല ഹീറോയ്ക്ക് പറഞ്ഞ ഹീറോ കോളേജ് ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നത്. അത് മാത്രമല്ല, ഹീറോയിൻ ഡാഡിയാണ് കമ്പനി വെച്ചിട്ട് റൺ ചെയ്യുക. മോഡൽ കമ്പനിയിലാണ് ഹീറോ ജോർജും. പിന്നെ ആഡ് മോഡിങ്ങിലല്ല, ഹീറോയിൻ്റെ ഡാഡിക്ക് ഹീറോ ഹെൽപ്പ് ചെയ്യാണ്. അതുമാത്രമല്ല, കോളേജ് ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. നമ്മളെ ജിമ്മിൻ പറഞ്ഞ ഫേമസ് മൂവി ഡ്രാമ അതെല്ലാം എടുക്കുമോ ജിമ്മിനിക്ക് പറഞ്ഞാൽ ഭയങ്കര റിച്ചാണ്. നമ്മൾ ഹീറോയി പറഞ്ഞ ഇന്ത്യങ്കാൾ നമ്മളെ ഹീറോയ്ക്കും ഹീറോയിൻ്റെ ദീദിക്കും ജിമ്മിനിക്ക് എങ്ങനെ സെറ്റാകുന്ന, എങ്ങനെ മാരേജ് ആകാൻ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, മാരേജ് ആവോ ഇല്ലേ അല്ലേ, നമുക്ക് പിന്നെ പോയിട്ട് നോക്കാം. ഓക്കെ ആണല്ലേ? ഓക്കെ. പറയണക്ക് നീ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഒരു വോയിസ് കേൾക്കായിരുന്നു. അമ്മേ, ഞാൻ മാരേജ് കഴിക്കാൻ പോവാം എന്ന് പറഞ്ഞ അമ്മയോട് പറയായിരുന്നു. മോളെ പറഞ്ഞേക്കടി, എങ്ങനെടി സെറ്റാവും എന്നിട്ട് അമ്മ പറയായിരുന്നു. അമ്മ പറയണേക്ക് മീരോ, ഇത് മീര, നീ എന്തിനിങ്ങനെ പറയണ? അമ്മേ, എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല. അമ്മയ്ക്ക് അറിയില്ലേ? അയ്യോ മീര, നീ ഇങ്ങനെ ചെയ്താവോ? അമ്മേ, ഞാൻ ഒരാളെ ലവ് ചെയ്യാൻ പറഞ്ഞ അമ്മ എനിക്ക് വേറെ ആൾ നോക്കുന്നത്? പറയണേക്ക് മീര, ഇവർ നല്ല ആലോചനയാണ് മോളെ. നിൻ്റെ അങ്കിൾ കൊണ്ടുവന്നതാ, ആലോചിച്ചോ. ഇത് വേണ്ടെന്ന് പറയണ്ട. അമ്മ, എനിക്ക് മാരേജ് ഇഷ്ടമില്ല. ഞാൻ ലവ് ചെയ്യുന്ന വേറെ ആളാണ്, എനിക്ക് അവനെയാണ് ഇഷ്ടമുള്ളത്. നിനക്കറിയില്ല മമ്മി എന്ന് പറയാം. നീ പഠിക്കാൻ പോയിട്ട് വേറെ നാട്ടിൽ കണ്ടില്ലേ ലവ് ചെയ്താവോ എന്ന് പറയുന്നു. ഇത് ഫോറിൻ ചെറുക്കനാണല്ലോ അമ്മേ എന്നാ മീര പറയുന്നു. അതേ മോളെ, അവിടെ ഉള്ള ആളാണ്. ഞാൻ അത് വേണ്ട പറയുന്നു. മമ്മി, ഞാൻ വേറെ ആളെ ലവ് ചെയ്യാം, പ്ലീസ് ഇങ്ങനെ പറയരുത് എന്നിട്ട് പറയുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ചേച്ചിക്കും മീരക്കും ജിമിനിക്ക് എൻഗേജ്മെൻ്റ് ആയിരുന്നു. മാരേജ് കാര്യം പറയുന്നത് ഇത് വെച്ച് ഇപ്പം കുറച്ച് ഡേയ്സ് പോയി, ഇപ്പം മാരേജ് ഡേ. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് ഫ്രണ്ട് കൂടെ ഇരുന്ന് കറങ്ങായിരുന്നു. എടി, എൻ്റെ ചേച്ചിക്ക് മാരേജാ എന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അവർ ജ്യൂസ് കുടിച്ചവരെ സംസാരിക്കായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ അമ്മ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി ഒരുപാട് ടെൻഷനിലായിട്ടുണ്ടായിരുന്നു. മീര എവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞു. മീര എന്ന് പറഞ്ഞ അമ്മക്ക് ടെൻഷനായിരുന്നു. ഇവളെ കാണുന്നില്ലല്ലോ. നമ്മൾ ഹീറോയിനെ നോക്കായിരുന്നു. മോളെ പ്രിയ, എന്താ അമ്മേ? നീ മീരനെ കണ്ടിട്ടുള്ളൂ? അമ്മേ, ഞാൻ മീര ചേച്ചീനെ കണ്ടിട്ടില്ല അമ്മേ, എനിക്ക് പോവാൻ. അയ്യോ ഐസ്ക്രീം, ഞാൻ പോവാ എന്ന് പറഞ്ഞു അവിടെ നിന്ന് പ്രിയ ഓടിപ്പോയി. അയ്യോ, ഇവിടെ വെച്ച് എന്ത് ചെയ്യാ എന്ന് പറഞ്ഞ് ഇപ്പം ഭയങ്കര ടെൻഷനായിരുന്നു. ജിമ്മി നല്ല കൂളായിട്ട് വന്നിട്ട് അവിടെ ഇരുന്നിട്ട് നോക്കായിരുന്നു. കൂളായിട്ട് അവിടെ വന്നിട്ട് മണ്ഡപത്തിലിരുന്നിട്ട് നല്ല സ്റ്റൈലായിട്ട് അവിടെ ഇരുന്നിട്ട് മന്ത്രം പറഞ്ഞുകൊണ്ടായിരുന്നു. ജിമ്മിന് പെണ്ണ് കൊണ്ടിട്ട് എന്ന് പറയുമ്പോൾ ജിമ്മിന് മമ്മിക്ക് ഒരു ഡൗട്ട് വന്നു. പെണ്ണ് ഇത്ര നേരമായി കാണുന്നില്ലല്ലോ എന്ന് ജിമ്മിന് മമ്മി വന്നിട്ട് കേൾക്കായിരുന്നു. ഇല്ല സമ്മതി, എൻ്റെ മോള് കാണുന്നില്ല എന്ന് പറയുന്നു. ഈ മാരേജ് അവൾക്ക് ഇഷ്ടമില്ല എന്ന് പറയാറ്. ജിമ്മിനിക്ക് ഇത് കേട്ടായിരുന്നു. അപ്പാ സമാധാനമായി. അപ്പം ഈ മാരേജ് നടക്കില്ല എന്ന് പറഞ്ഞു. ജിമ്മിന് എനിക്കായിരുന്നു. ജിമ്മിന് അമ്മി നിൽക്കടാ, അവിടെ ഇരുന്നോ. ഈ അമ്മേൻ്റെ ടൊല്ല എന്ന് പറഞ്ഞ് ജിമ്മിന് അടി മിണ്ടാതിരുന്നോ. മാരേജ് നടക്കില്ല എന്തിനാന്ന് പറഞ്ഞ് ജിമ്മിന് ഓർക്കാൻ ഫ്ലാഷ് ബാക്ക് ജിമ്മി ഓർക്കാൻ. അതെ, മാരേജ് അപ്പോൾ പെണ്ണ് അവിടെ നിന്ന് സാഡായിട്ടുണ്ടായിരുന്നു. അതെ, മാരേജ് ഒക്കെ പെണ്ണുമൊക്കെ വന്നപ്പോൾ ഈ പെണ്ണ് പറയുന്നത് എനിക്ക് മാരേജ് ഇഷ്ടമില്ല. അവരോട് എന്നെ സംസാരിക്കുമ്പോൾ ഞാൻ ഒരാളെ ലവ് ചെയ്യാമെന്ന് പറയണം. അപ്പോൾ ജിമ്മിന് പറയണം, നീ ജിൻഹാങ് ലവ് ചെയ്യാണല്ലേ എന്ന് പറയണം. ജിമ്മിനെ ഷോക്കായിട്ട് മീര നോക്കായിരുന്നു. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയോ? ഓൾറെഡി എനിക്ക് അറിയോ. നീ അവളെ ലവ് ചെയ്യുന്നത് എനിക്കറിയും. അത് മാത്രമല്ല, നീ എന്തിനാ ലവ് പറയാത്ത? ഞാൻ ഒരാളെ ലവ് ചെയ്യുന്നെന്ന് പറയുന്നു. എൻ്റെ അമ്മ വേറെ ആരോ പറഞ്ഞിട്ട് അമ്മ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയായിരുന്നു. ഓക്കെ, നിനക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് ജിമ്മിൻ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ ജിമ്മിന് പോയിട്ട് അവർ രണ്ടുപേരെ അങ്ങനെയായിട്ട് ഓടിപ്പിച്ച് ജിമ്മിന് വണ്ടി കയറ്റിയിട്ട് അവരെ പായിച്ചിട്ട് മുണ്ടാതെ അറിയാതെ മാത്രം അവിടെ ഇരുന്നായിരുന്നു. ജിമ്മിനെ ചിരിക്കായിരുന്നു. ജിമ്മിനാണ് അവരെ പോയിക്കോ ജിമ്മിന് കൂടെ ഓടിപ്പോയിക്കോ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് വിട്ടായിരുന്നു ജിമ്മിന്.
ഇതറിയാതെ ഹീറോയിൻ്റെ മമ്മി ഡാഡി എല്ലാം ടെൻഷനായിരുന്നു. ജിമ്മിനി അപ്പ മാരേജ് നടക്കല സമാധാനമായെന്ന് ജിമ്മിനോട് ഇരുന്നായിരുന്നു. മാരേജ് നടക്കൂ എന്ന് പറഞ്ഞ് പെണ്ണിന് റെഡിയാക്കി കൊണ്ടുവരുന്നത്. ഇതേതാ പെണ്ണ് എന്ന് നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മൾ ഹീറോയായിരുന്നു. പാവോ ഹീറോയിനെ വീട് ചേഞ്ചായിരുന്നു. മടത്തിരുന്നു. ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നെ ജിമ്മിൻ ഷാക്കായിരുന്നു. അങ്ങനെ ഹീറോയ്ക്കും ജിമ്മിനിക്കും മാരേജ് ആയിരുന്നു. ഹീറോയ്ക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല. ജിമ്മിന് മമ്മി മുറക്കായിരുന്നു. ജിമ്മിൻ ചിരിക്കായിരുന്നു. ജിമ്മിൻ്റെ മമ്മിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. ജിമ്മിനെ പിടിച്ചോണ്ട് വന്നിരുന്നു. എന്താടാ നീ പ്ലാൻ ഇട്ടത്, എല്ലാം എനിക്ക് കുറച്ച് ഡൗട്ട് വരാം എന്ന് ജിമ്മിൻ്റെ അടുത്ത് കേൾക്കായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഇപ്പം മാരേജ് ചെയ്യുമ്പോൾ വീട് ചേഞ്ച് ആയത് എങ്ങനെ എന്നെ ജിമ്മിൻ്റെ അടുത്ത് കേൾക്കുമ്പോൾ ജിമ്മിന് കാത് പിടിച്ച് ചേരുമ്പോൾ മമ്മി എല്ലാ കാര്യം പറയാം. ജിമ്മിന് എല്ലാ കാര്യം പറഞ്ഞു. ശരിടാ എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല പറയുന്നു. ഇല്ലടാ നിനക്ക് ഈ മാരേജ് ഇഷ്ടമില്ല എനിക്ക് അറിയടാ, നിൻ്റെ ഡാഡി മാത്രമല്ലടാ. എന്താ ചെയ്യാം. ഹീറോയ്ക്ക് ജിമ്മിനിക്ക് മാരേജ് ആയിരുന്നു. ജിമ്മിനിക്ക് എന്തൊരു കഷ്ടം എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് ഹീറോയിൻ അവിടെ തന്നെ ജിമ്മിന് പറയുന്നു ഇവളിവിടെ തന്നെ പഠിക്കട്ടെ എന്ന്. ജിമ്മിന് കൂടെ മമ്മി എനിക്ക് ഇന്ത്യയിൽ കുറച്ചൊരു ബിസിനസ് ഉണ്ട്, അത് ചെയ്ത പിന്നെ ഞാൻ പോവാം എന്ന് പറയുന്നു. ശരി ഓക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് നാൾ ഹീറോയിൻ കൂടെ ഇരുന്നു. ജിമ്മിൻ ചെന്ന് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് പഠിച്ച പിന്നെ സെക്കൻഡ് ഇയർ എത്തി എനിക്ക് കൊറിയയിൽ വന്ന് പഠിക്കാതെ ജിമ്മിന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഇപ്പോൾ ഹീറോയിൻ സെക്കൻഡ് ഇയർക്ക് എത്താനായിരുന്നു. നെക്സ്റ്റ് കൊറിയയിൽ പഠിക്കാൻ വേണ്ടി സീറ്റ് ഇതാക്കായിരുന്നു. ഇപ്പോൾ ഹീറോയിൻ കൊറിയക്ക് വന്നായിരുന്നു. കൊറിയക്ക് വന്നപ്പോഴും അവിടുത്തെ സീനിയർമാരെല്ലാം ഹീറോയിനെ കണ്ടിട്ട് നീ അത് ഫസ്റ്റ് ഇയർ ആണോ എന്ന് പറഞ്ഞ് ഹീറോയിൻ റാഗ് ചെയ്താണ്. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു, മുറയ്ക്കായിരുന്നു. എന്താ നിങ്ങൾ എന്താ പഠിക്കുക? ഞങ്ങൾ സെക്കൻഡ് ഇയർ ആണ്. ഞാനും സെക്കൻഡ് ഇയർ ആണ് എന്ന് പറയുമ്പോൾ അവർക്ക് ഷർക്കായിരുന്നു. എന്താ സെക്കൻഡ് ഇയർ ആണ്, നീ ജൂനിയർ എന്നിട്ട് പോയി? ഞാൻ ജൂനിയർ അല്ല എന്ന് പറഞ്ഞ് ഹീറോ ടെറർ ബേസായിട്ട് ഹീറോയിൻ ക്ലാസ് കണ്ടുപിടിച്ച് ഹീറോയിൻ വെടിയിരുന്നായിരുന്നു. അവിടുത്തെ ബോയ്സ് എല്ലാം ഹീറോയിനെ കണ്ടു വാവ് എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടോ എന്ന് പറയാനും ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ജിമ്മിനെ ഹീറോയിൻ നോക്കാൻ തുടങ്ങിയായിരുന്നു. ജിമ്മിന് കണ്ടെടുക്കാതെ പോകണം, പോടാ നീ കണ്ടെടുക്കാതെ ഇരുന്നത്. അങ്ങനെ ഹീറോയ്ക്ക് ഒരു ഫ്രണ്ട് കിട്ടിയായിരുന്നു, ജങ്കുക്കായിരുന്നു. ജങ്കു കൂടെ ഹീറോയ്ക്ക് ഇറങ്ങാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. ഇത് കണ്ട് ജിമ്മിനിക്ക് ജലസാവാൻ തുടങ്ങി. എന്താണ് അതിൻ്റെ വൈഫ് കൂടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ജിമ്മിനിക്ക് ജലസാവാൻ തുടങ്ങിയായിരുന്നു. ഇതാടാ എനിക്ക് വെറുപ്പെത്തുന്നത് പറഞ്ഞ് ഹീറോ വേണം ജങ്കുക്കിൻ്റെ കൂടെ ക്ലോസ് ആയിട്ട് ഡാൻസ് കളിക്കുക, കറങ്ങുക. ഇത് ജിമ്മിനിക്ക് ടെൻഷനായിരുന്നു.